മൂലകങ്ങളെയും ഭക്ഷ്യയോഗ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷ്യയോഗ്യമായ തീ ഉണ്ടാക്കി. അത് തീ പോലെ കാണപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലോ? അത് തീ പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ പൈപ്പിംഗ് സാഹചര്യം അനുയോജ്യമല്ലായിരുന്നു. പ്രൊഫഷണൽ ബേക്കർമാർ ഒരു പ്രശ്നവുമില്ലാത്തതുപോലെയാണ് ഇത് ചെയ്യുന്നത്. അവ എങ്ങനെയിരിക്കുമെന്ന് മനസ്സിലാകാതെ ഞാൻ ഇതൊരു ബാഗിലിട്ടു. അത് വളരെ മണ്ടത്തരമായി തോന്നുന്നു, അല്ലേ? അപ്പോൾ ബാഗുകൾ മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഭയാനകമായ ഭാഗം, ഇത് യഥാർത്ഥത്തിൽ തീ കത്തിക്കാൻ. ശരി, അത് പ്രവർത്തിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് തിരിച്ചുപോയി. ഒടുവിൽ ഇവ തീ പിടിച്ചതായി കാണപ്പെട്ടു. രുചിയും തുല്യമായിരുന്നു. ഒരു ക്രോസന്റിൽ നിന്ന് ASMR ഫ്രഞ്ചുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞാൻ തന്നെ വലിയ ക്രോസന്റ്സ് ഉണ്ടാക്കി. എന്തൊരു കാര്യം! നോക്കൂ, ഞാൻ കഴിയുന്നത്ര നന്നായി അവയെ വീർപ്പിക്കാൻ ശ്രമിച്ചു. ഓ, ആ തരത്തിലുള്ള ജോലി വളരെ മണ്ടത്തരം. അപ്പോൾ ഞാൻ തേൻവെണ്ണയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് ഒരുമിച്ച് ചേരില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനാൽ പ്ലാൻ ബി, അത് കാരമലൈസ് ആകുന്നതുവരെ സ്റ്റൗവിൽ ചൂടാക്കുക. പിന്നെ ഞാൻ അവയെ മുക്കി 15 മിനിറ്റ് ബേക്ക് ചെയ്തു. അവ പുറത്തു വന്നപ്പോൾ ഒഴികെ അവ ഒരു തരത്തിൽ പരന്നതായി. ഞാൻ കോസ്റ്റ്കോയെ കുറ്റപ്പെടുത്തുന്നു. തീർച്ചയായും യഥാർത്ഥവയുടെ അത്ര നല്ലതല്ല, പക്ഷേ ആ രുചി ഇപ്പോഴും നിലനിൽക്കുന്നു. എല്ലാവർക്കും കാൻഡി ക്രാൻബെറി ഉണ്ടാക്കാറുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? ശരി, നമുക്ക് അവ കൂടുതൽ മികച്ചതാക്കാൻ കഴിഞ്ഞാലോ?